ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലാഹിസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ കിച്ചണിലുള്ള പഴയ പാത്രങ്ങളെ നമുക്കൊന്ന് പുത്തനാക്കി എടുക്കാം. പഴയ കരിപിടിച്ച് കിടക്കുന്ന പാത്രങ്ങളും ഗ്ലാസ്സുകളും കിച്ചണിലെ സിങ്കും പൈപ്പും ഒക്കെ നമുക്ക് കൈ വെച്ച് പോലും ഉരക്കാതെ ഡിറ്റർജൻറ്റോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഇതുപോലെ വെട്ടി തിളങ്ങുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാം. അതുപോലെ കരിപിടിച്ച പാത്രങ്ങൾ പിന്നീട് യൂസ് ചെയ്യുമ്പോൾ കരി പിടിക്കാതിരിക്കാനുള്ള സൂത്രങ്ങളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും അതിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രമാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇത് കരി പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള സ്പൂണുകളും കത്തി, അരിപ്പ, പിന്നെ നമ്മൾ ഈ ഒരു പ്ലക്കർ, പിന്നെ നമ്മൾ പീൽ ചെയ്യുന്ന പീലർ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കറ പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഈ കറയും നമ്മളെ പാത്രങ്ങളിലെ കരിയും ഒക്കെ പോകാൻ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഇത് ഞാൻ മുട്ട പുഴുങ്ങുന്ന ഒരു പാത്രമായിരുന്നു. മുട്ട പുഴുങ്ങിയ പാത്രം അത്യാവശ്യം ഉള്ളൊക്കെ നല്ല രീതിയിൽ കളർ ഡിമ്മായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അതിനൊരു വലിയ അലൂമിനിയത്തിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ അതിൽ മുക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ അത്രയും വലിയ പാത്രം തന്നെ നിങ്ങൾ എടുക്കുക. അപ്പോൾ അതിൽ ഞാനിതാ ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ പകുതിയോളം ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഉപ്പാണ്. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഏകദേശം 2 സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ബേക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, സോഡാപ്പൊടി എന്നൊക്കെ പറയും. ഈ ഒരു പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ക്ലീനിങ് പേർപ്പസിനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു ബേക്കിംഗ് പൗഡർ. അപ്പോൾ അത് ഞാൻ അത്യാവശ്യം ഒരു വലിയ സ്പൂൺ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വൈറ്റ് വിനാഗിറാണ്. എല്ലാവരും കിച്ചണിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഇത്. ഈ വൈറ്റ് വിനാഗിർ ഇതിലേക്ക് ഒഴിക്കുമ്പോഴാണ് ഈ ഒരു ശരിയായ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുന്നത്. അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമ്മളെ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ ഡയറക്റ്റ് പാത്രങ്ങളിലേക്കല്ല ഇത് ചെയ്യുന്നത്, നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ്. സോ നമുക്ക് പാത്രങ്ങളൊക്കെ ഇതിലേക്ക് മുക്കി വെച്ച് കൊടുക്കാം. പാത്രങ്ങൾ പെട്ടെന്ന് കേടാവോ അങ്ങനത്തെ ഒരു പ്രോബ്ലവും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു നല്ല രീതിയിൽ കരിപിടിച്ച ആ ഒരു പാത്രം ഇതിലേക്ക് മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായ കറ പിടിച്ചിട്ടുള്ള കത്തി, സ്പൂണ്, അതുപോലെ പീലർ, അങ്ങനെയുള്ള അരിപ്പ, എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ യൂസ് ചെയ്യാത്തതും യൂസ് ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലക്കറൊക്കെ നല്ല രീതിയിൽ കറ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് എല്ലാം ഇതിലേക്ക് മുങ്ങുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഞാൻ മുട്ട പുഴുങ്ങുന്ന പാത്രം ഉണ്ടായിരുന്നു, അത് ഇതിലേക്ക് വെക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15-20 മിനിറ്റ് വരെയൊക്കെ ഇതിലൊന്ന് മുങ്ങി കിടക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ് കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ ചായയൊക്കെ ഒഴിച്ചിട്ടുണ്ടായ ഗ്ലാസ്സിൽ ഈ കറ മാറാനും ഈ ഒരു സൊല്യൂഷൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്ലാസും ഇതിലേക്ക് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കാം. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ചേഞ്ചസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ ഈ ഗ്ലാസ്സിൽ ഞാൻ ഒഴിച്ച് വെച്ചത് കണ്ടല്ലോ, ഗ്ലാസ്സിലുള്ള ആ ഒരു കറകൾ കംപ്ലീറ്റ് ഈ വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്ലാസ് നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഞാനിതൊന്ന് കൈ വെച്ച് ഉരക്ക പോലും ചെയ്തിട്ടില്ല. നിങ്ങൾ കണ്ടല്ലോ, ലൈവായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോ സാധനങ്ങളും നമുക്ക് എടുത്തു നോക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു കത്രികയിലെ കറകളും മാറിയിട്ടുണ്ട്. അതുപോലെ പീലറിലും നല്ല കറയുണ്ടായിരുന്നു, അതൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊന്നും സ്ക്രബ്ബറോ അതുപോലെ ഡിറ്റർജൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു ലിക്വിഡും ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ വിനാഗിരി കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മളെ അടുക്കളയിലുള്ള എല്ലാ കറ പിടിച്ചതും കരിപിടിച്ചതും ആയ കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കിപ്പം കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, എല്ലാ സാധനങ്ങളും ഞാനൊന്ന് ഉരക്ക പോലെ നമുക്ക് നല്ല രീതിയിൽ കറ പിടിച്ച ചെറിയ രീതിയിൽ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ കൈ വെച്ച് ഉരച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആ ഒരു കരിയൊക്കെ മാറുന്നത് കാണാം. അപ്പം ഞാനിപ്പം അത്യാവശ്യം എന്താ പറയണ്ടേ, ഗ്യാസ് സ്റ്റൗവിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ വിറകടുപ്പിൽ യൂസ് ചെയ്യുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് വെക്കുന്നത് ഒരു 30, ആ ഒരു നമുക്ക് ടൈം കൂട്ടിയാൽ മാത്രം മതി, കൂടുതൽ കറ പിടിച്ചതാണെങ്കിൽ മാത്രം.
പിന്നെ ഞാൻ ഈ മുട്ട പുഴുങ്ങാൻ ഉപയോഗിക്കുന്ന പാത്രം കണ്ടില്ലേ, നല്ല വെട്ടി തിളങ്ങുന്നതായിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാത്രം ഒഴിവാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇത് നല്ല രീതിയിൽ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല രീതിയിൽ കരിപിടിച്ച പാത്രം ഇതായിരുന്നു, നമ്മൾ ചായ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം. അപ്പോൾ അത് ഞാനിത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനിത് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് എങ്ങനെ ഒന്ന് ഉരക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കളറ് മാറി വരുന്നത് കാണാം. ആ കരിയൊക്കെ മാറിയിട്ട് നല്ല വൈറ്റ് കളർ ആവുന്നത് കാണാം. അപ്പം ഞാനിതൊന്ന് ഫുള്ളായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രങ്ങളിലെയും ഞാൻ അതിലേക്ക് വെച്ചു കൊടുത്ത എല്ലാ സാധനങ്ങളെയും ആ ഒരു കച്ചറ, ആ ഒരു വേസ്റ്റ് നമുക്ക് ആ വെള്ളത്തിൽ അലിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ വെച്ചൊന്ന് അധികം ബലം കൊടുക്കാതെയാണ് ഞാനൊന്ന് ഉരക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പാത്രങ്ങളിൽ ചേഞ്ചസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ആരും തന്നെ ഒരുപാട് സമയം നമുക്കിങ്ങനെ പാത്രങ്ങൾ ഉരച്ച് കൈയുടെ പണിയും പോക്കേണ്ട, നമ്മളെ ടൈമും കൂടി കളയണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇതൊന്ന് കണ്ടില്ലേ, നമ്മളെ പാത്രങ്ങളും ഗ്ലാസ്സും ഒക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു ചെമ്പും കഴുകിയെടുക്കാം. അതുപോലെ തന്നെ നമ്മളെ കിച്ചണിലുള്ള സിങ്കും പൈപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി നോക്കാം. അപ്പോൾ ഇത് കിച്ചണിലെ സിങ്ക് ഞാനിപ്പോൾ 2-3 ദിവസമായി കഴുകാത്തത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്രബ്ബർ വെച്ച് ഉരച്ചു കൊടുക്കാം. കാരണം നമ്മളിത് കുറേ സമയം വെയിറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ സ്ക്രബ്ബർ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കിച്ചണിലുള്ള ആ ഒരു പൈപ്പായാലും ഈ അലൂമിനിയത്തിൻ്റെ എന്ത് കാര്യങ്ങളായാലും നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു സൂത്രമാണ്, നമ്മൾ ഈ ഒരു ക്ലീനാക്കി വെച്ച ആ ഒരു ചെമ്പ് പാത്രങ്ങൾ ഇനി കരി പിടിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ അടിയിലായി നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ നമ്മളിത് പുതിയ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമ്മൾ എണ്ണക്കടികളോ പപ്പടമോ ഒക്കെ പൊരിച്ചത് നമ്മൾ വീണ്ടും യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ ചെമ്പുകളും വലിയ ചെമ്പുകളോ പാത്രങ്ങളൊക്കെ വിറകടുപ്പിലായാലും ഗ്യാസ് സ്റ്റൗവിലായാലും ഉപയോഗിക്കാൻ നേരത്തെ നമുക്ക് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് കരി പിടിക്കാതെ തന്നെ ആ ഒരു ചെമ്പ് കിട്ടുന്നത് കാണാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.